ഓക്കെ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടിലെ ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു പൊളിറ്റിക്കൽ തോട്ട് എന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഒരു കീ കൺസെപ്റ്റായിട്ടുള്ള ധർമ്മ, കർമ്മ, മോക്ഷ എന്ന യൂണിറ്റ്. നമുക്കറിയുന്നൊരു കാര്യമാണ്, ഇന്ത്യൻ രാഷ്ട്രീയ ചിന്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ആശയങ്ങളാണ് ധർമ്മ, കർമ്മ, മോക്ഷ എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു മതപരമായിട്ടുള്ള ആശയങ്ങൾ മാത്രമല്ല, ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം, ഒരു ഭരണാധികാരി എങ്ങനെ ഭരിക്കണം, ഒരു സമൂഹം എങ്ങനെ മുന്നോട്ട് പോകണം എന്ന ആശയങ്ങളാണ് ഇവ 3, അല്ലെങ്കിൽ അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആശയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ പറയുന്നുണ്ട്, അതായത് നമ്മുടെ ഒരു വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ടുകൾ രൂപപ്പെടുന്നതിന് വളരെ മുമ്പ് തന്നെ ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചും അതേപോലെ തന്നെ ധാർമ്മികതയെക്കുറിച്ചൊക്കെ ആഴത്തിലുള്ള പഠനങ്ങൾ ചിന്തകന്മാർ നടത്തിയിട്ടുണ്ട്. ആ ചിന്തകന്മാർ നടത്തിയിട്ടുള്ള പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വേദാസ് വഴി, അല്ലെങ്കിൽ വേദങ്ങൾ വഴി, ഉപനിഷത്തുകൾ വഴി, ഭഗവത്ഗീത വഴിയൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവർ പല ആശയങ്ങളും കണ്ടെത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആശയങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറയാൻ സാധിക്കും. അങ്ങനെ ആ ചിന്തകന്മാർ 3 പ്രധാനപ്പെട്ട മേഖലകളിലൂടെ, അല്ലെങ്കിൽ 3 കാര്യങ്ങളിലൂടെയാണ് നമ്മൾ പഠിപ്പിക്കുന്ന ആശയങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേദിക് റൂട്ട്സാണ്. അത് എന്താ പറയുക, സമൂഹത്തിൻ്റെ ക്രമത്തെയും പ്രപഞ്ചത്തിൻ്റെ ക്രമത്തെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, വേദങ്ങളിലൂടെയാണ് അവ അടിസ്ഥാനപ്പെടുത്തിയിരുന്നത്. സമൂഹത്തിൻ്റെ ക്രമം എങ്ങനെയാണെന്ന്, അതേപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ ക്രമം എങ്ങനെയാണെന്നൊക്കെ വേദങ്ങളിലൂടെ ആയിരുന്നു അവർ ക്രമപ്പെടുത്തിയിരുന്നത്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഫിലോസഫിക് ഡെപ്ത് എന്നുള്ളതാണ്. അതായത് ഹിന്ദു, ബുദ്ധ, ജൈന മതങ്ങൾ അല്ലെങ്കിൽ ദർശനങ്ങൾ ഈ ആശയങ്ങൾ എന്ത് ചെയ്തു, വികസിപ്പിച്ചു എന്നുള്ളതാണ് മറ്റൊന്ന്, ഫിലോസഫി പരമായിട്ട് നിലനിൽക്കുന്നത് എന്നുള്ളത്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ലിവിങ് ട്രഡീഷൻ എന്നുള്ളതാണ്. സാമൂഹിക ജീവിതത്തിലും രാഷ്ട്രീയത്തിലൊക്കെ ഇന്നും പ്രസക്തമായിട്ടുള്ളൊരാശയം കൂടി, അല്ലെങ്കിൽ അങ്ങനെ ബിൽഡ് ചെയ്തിട്ടുള്ളതൊന്നാണ് ആശയങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ടോപ്പിക്കിലേക്ക് വരികയാണ്. ധർമ്മ ഇസ് എ കീ കൺസെപ്റ്റ് ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട്. ധർമ്മ എന്ന് പറയുന്നത് ശരിക്കും, അല്ലെങ്കിൽ ശരിയായ ഒരു കടമ അല്ലെങ്കിൽ നീതി എന്ന ആശയത്തിലൊക്കെ ഉറച്ചു നിൽക്കുന്ന, ഒരു സംരക്ഷിക്കുന്ന, അല്ലെങ്കിൽ നീതിയെയും കടമയെയൊക്കെ എന്താ പറയുക, സംരക്ഷിച്ച് നിലനിർത്തുന്ന നിയമത്തെയാണ് എന്തെന്ന് പറയാൻ സാധിക്കുക, ധർമ്മം എന്ന് പറയാൻ സാധിക്കുക. ധർമ്മം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കടമ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് 3 എന്താ പറയുക പാർട്സ് ആയിട്ടാണ് ഈ ഒരു കടമയെ, അല്ലെങ്കിൽ ഈ ഒരു ധർമ്മത്തെ നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് പേഴ്സണൽ ധർമ്മ, ആൻഡ് സെക്കൻഡ് സോഷ്യൽ ധർമ്മ, ആൻഡ് തേർഡ് കോസ്മിക് ധർമ്മ. ഇറ്റ്സ് എ പേഴ്സണൽ ധർമ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓരോ വ്യക്തിക്കും അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ചില കടമകളുണ്ട്. നമുക്കറിയാം, നമ്മൾ ഓരോ വ്യക്തികൾക്കും എന്തുണ്ട്, കടമകളുണ്ട് അല്ലേ. സൊസൈറ്റിയോടുള്ള കടമ, അതേപോലെ തന്നെ എന്താ പറയുക കുടുംബത്തിനോടുള്ള കടമ, അല്ലെങ്കിൽ എന്താ പറയുക ലോകത്തിനോടുള്ള കടമകൾ. നമുക്ക് ഓരോ ഇൻഡിവിജ്വൽസിനും പേഴ്സണലായിട്ടുള്ള കടമകളുണ്ട്. അത്തരം കടമകളെന്നാണ് എന്ത് പറയുന്നത്, പേഴ്സണൽ ധർമ്മ എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അത്തരം നീതിയാണ് എന്തെന്ന് പറയുന്നത് പേഴ്സണൽ ധർമ്മ എന്ന് പറയുന്നത്. സെക്കൻഡ് ധർമ്മ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ധർമ്മ. അത് നമുക്കറിയാം, സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള, സമൂഹത്തിന് നല്ലത് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പാലിക്കേണ്ട ചില കടമകളുണ്ട്. സൊസൈറ്റിയോട് ചെയ്യേണ്ട, ഇൻഡിവിജ്വൽസ് ചെയ്യേണ്ട ചില കടമകൾ, അതാണ് സോഷ്യൽ ധർമ്മ എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കോസ്മിക് ധർമ്മ അഥവാ പ്രപഞ്ച ധർമ്മം എന്നുള്ളതാണ്. അതിൽ പറയുന്നത് ലോകത്തെ ക്രമമായിട്ട് നിലനിർത്തുന്ന സർവ്വസാധാരണ നിയമത്തെയാണ് എന്തെന്ന് പറഞ്ഞാൽ കോസ്മിക് ധർമ്മ എന്ന് പറയുന്നത്. പ്രപഞ്ചം നിലനിൽക്കുന്ന, അല്ലെങ്കിൽ പ്രപഞ്ചം ഒരുപോലെ എപ്പോഴും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നിയമത്തെയാണ് എന്തെന്ന് പറയുന്നത് കോസ്മിക് ധർമ്മ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ധർമ്മം പാലിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ കടമ നിർവഹിക്കുന്നതിലൂടെ സമൂഹത്തിലും ലോകത്തിലും സമാധാനവും ക്രമവും കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ അത് നിലനിർത്താൻ നമ്മൾ എന്ത് ചെയ്യാണ്, ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത് എന്നുള്ളത് കൂടിയിട്ടും വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ.
ഇനി പറയുന്നത് ധർമ്മ ഇൻ ഗവർണൻസ് ആൻഡ് സൊസൈറ്റി എന്നുള്ളതാണ്. നമുക്കറിയാം ഗവർണൻസിൽ ധർമ്മത്തിന് ഒരുപാട് എന്താ പറയുക പോസിറ്റീവ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ഒരു ഭരണാധികാരി നീതിപൂർവമായിട്ട് ഭരിക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് നിയമസാധുത എന്ത് ചെയ്യുന്നത് ലഭിക്കുന്നത്. നമുക്കറിയാം ഇവിടെ ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഗവർണൻസ് അല്ലെങ്കിൽ ഗവൺമെൻറ് സൊസൈറ്റിയിൽ നീതിപൂർവമായിട്ടുള്ള ധർമ്മം നടപ്പിലാക്കുന്നത് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിർവഹിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആണ് ജസ്റ്റ് റൂൾ എന്നുള്ളത്, നീതിപൂർവമായിട്ടുള്ള ഭരണം കാഴ്ചവെക്കുക എന്നുള്ളത്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഹാർമണി, സമൂഹത്തിൽ എന്ത് കൊണ്ടുവരിക, അതായത് സമാധാനവും ക്രമവും കൊണ്ടുവരിക, അല്ലെങ്കിൽ ക്രമസമാധാനം പാലിക്കുക എന്നുള്ളതാണ് സോഷ്യൽ ഹാർമണി എന്ന് പറയുന്നത്. തേർഡ് വൺ ഈസ് മോറൽ ലോ, ധാർമ്മിക നിയമങ്ങൾ എന്ത് ചെയ്യുക, പാലിക്കുക, അല്ലെങ്കിൽ ധാർമ്മിക നിയമങ്ങളുടെ പാലനം എന്നൊക്കെ പറയുന്നത്. ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടബിലിറ്റി, ഭരണാധികാരിയുടെ ഉത്തരവാദിത്യം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ധർമ്മം ലംഘിക്കുന്ന ഭരണാധികാരികൾക്ക് ജനങ്ങളുടെ വിശ്വാസം എന്ത് ചെയ്യും, നഷ്ടപ്പെടും. ധർമ്മം പാലിക്കുന്ന ഭരണാധികാരിക്ക് മാത്രമേ ജനങ്ങളുടെ വിശ്വാസം അല്ലെങ്കിൽ അവരുടെ വിശ്വാസം ഏറ്റെടുക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും എന്ത് ചെയ്യുള്ളൂ, സമൂഹത്തിൽ കഴിയുകയുള്ളൂ എന്ന് കൂടി മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ കീ കൺസെപ്റ്റാണ് കർമ്മ എന്ന് പറയുന്നത്. കർമ്മ ഈസ് എ ലോ ഓഫ് ആക്ഷൻ എന്നുള്ളതാണ് പറയുന്നത്. അതായത് കർമ്മ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ആക്ഷൻ, അതായത് ഒരു പ്രവൃത്തി എന്നുള്ളതാണ് കർമ്മ എന്ന് പറയുന്നത്. അതായത് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് ഉണ്ട് എന്നുള്ളതാണ് കർമ്മ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, 3 ആക്ഷൻസുകളാണ്, അല്ലെങ്കിൽ 3 പ്രധാന ഫാക്ടേഴ്സ് ഇതിലുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ആക്ഷൻ പ്രവൃത്തി, നമ്മൾ ചെയ്യുന്ന ഏത് കാര്യമാകട്ടെ അതൊരു പ്രവൃത്തിയാണല്ലോ. ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് ഫലം, കോൺസിക്വൻസസ്, ഫലം, ആ പ്രവൃത്തിയുടെ പരിണിത ഫലം എന്നുള്ളതാണ്. അപ്പം നല്ല കാര്യങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യും, നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അല്ലേ. നമ്മൾ പഠിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ എക്സാമിൽ പാസ്സാവും അല്ലേ. അങ്ങനെ ദെൻ തേർഡ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ എന്നുള്ളതാണ്, സ്വഭാവം നമ്മുടെ പ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ രൂപപ്പെടുന്ന വ്യക്തിത്വം എന്നുള്ളതാണ്. നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കണം നമ്മുടെ, അതായത് ഗുഡ് കർമ്മയാണോ ബാഡ് കർമ്മയാണോ എന്നുള്ളതൊക്കെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നിടത്താണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ബാഡ് കർമ്മയാണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് കിട്ടും, നമുക്ക് മോശം റിസൾട്ടാണ് അവിടെ കിട്ടുക എന്നുള്ളത്. ക്യാരക്ടർ നന്നാക്കുക എന്നുള്ളത് മാത്രമേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ആൻഡ് ഇനി പറയുന്നത് കർമ്മയും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ അത് എത്രത്തോളം പ്രാധാന്യം അല്ലെങ്കിൽ പ്രത്യാഘാതം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു നേതാവിൻ്റെ ഓരോ തീരുമാനത്തെ എന്ത് ചെയ്യും, സമൂഹത്തെ സ്വാധീനിക്കും അല്ലേ. ഇപ്പോൾ ഒരു നേതാവ് നല്ല തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സമൂഹത്തെ സ്വാധീനിക്കും. അതേപോലെ തന്നെ ഒരു ബാഡ് തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സമൂഹത്തെ അത് സ്വാധീനിക്കും. ഇവിടെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ എത്തിക്കൽ ഗവർണൻസ് എന്നുള്ളതാണ്. അത് ഉദ്ദേശിക്കുന്ന എത്രയേ ഉള്ളൂ, ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് അതിൻ്റെ എന്താ പറയുക, ദീർഘകാല റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കണമെന്നുള്ള. അപ്പം നമ്മളൊരു തീരുമാനം എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കില്ല, നമ്മളൊരു പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നത് അത് അതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ച് എന്ത് ചെയ്യുക, ആദ്യം തന്നെ നമുക്ക് ദീർഘവീക്ഷണം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. മറ്റൊന്നാണ് പബ്ലിക് വെൽഫെയർ എന്നുള്ളതാണ്. അപ്പോൾ പബ്ലിക് വെൽഫെയർ, അതായത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല തീരുമാനങ്ങൾ സൃഷ്ടിക്കാം എന്നുള്ളതാണ് പറയുന്നത്. ലാസ്റ്റ് വൺ ലെഗസി എന്നുള്ളതാണ്. അതായത് നമുക്ക് പാരമ്പര്യം, ഒരു നേതാവിനെ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഓർക്കുന്നത്. അപ്പോൾ ഒരാൾ ചെയ്തു വെച്ച ലെഗസി, ഇപ്പോൾ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ചെയ്തു വെച്ചിട്ട് ലെഗസിയിലൂടെ അദ്ദേഹത്തെ എന്ത് ചെയ്യുക, ആളുകൾ ഓർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങളാണ് കർമ്മ എന്നുള്ള കൺസെപ്റ്റോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് കണ്ടൻ്റാണ് മോക്ഷ. മോക്ഷ എന്ന് പറയുന്നത് ദ അൾട്ടിമേറ്റ് ലിബറേഷൻ എന്നാണ് മോക്ഷത്തെക്കുറിച്ച് പറയുന്നത്. അതായത് നമ്മുടെ ഒരു
ബർത്ത് ഡെത്ത് സൈക്കിൾ ഉണ്ടല്ലോ, ഐ മീൻ ബർത്ത് ഡെത്ത് ആൻഡ് റീബർത്ത് എന്ന് പറയുന്ന സൈക്കിളിൻ്റെ ആ സൈക്കിളിൽ നിന്നുള്ള ഒരു ലിബറേഷനാണ്, അല്ലെങ്കിൽ ഒരു ലിബേർട്ടിയാണ് എന്തെന്ന് പറയാം, മോക്ഷം അല്ലെങ്കിൽ മോചനമാണെന്ന് നമുക്ക് മോക്ഷത്തെക്കുറിച്ച് പറയാം. അതായത് ഇറ്റ്സ് എ സുപ്രീം ഗോൾ. മോക്ഷ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സുപ്രീം ഗോൾ ഓർ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ദി ഹ്യൂമൻ ലൈഫ്. അതായത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ഗോളാണ്, മനുഷ്യ ജീവിതത്തിലെ അൾട്ടിമേറ്റ് ഗോളാണ് മോക്ഷം എന്ന് പറയുന്നത്. ഇതിനും പ്രധാനപ്പെട്ട 3 അർത്ഥങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് എന്ത് ആത്മീയ വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ബിൽഡ് ചെയ്യുക എന്നുള്ളത്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ ജനങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു ഭരണകൂടം നിലനിർത്തുക എന്നുള്ളത്. ആൻഡ് മറ്റൊന്നാണ് യഥാർത്ഥമായിട്ടുള്ള സ്വാതന്ത്ര്യം ലഭ്യമാക്കുക എന്നുള്ളത്. അതായത് ഇപ്പോൾ ജനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന സമൂഹമാണ് മോക്ഷത്തിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ടത് എന്ന് പറയാം. ജനങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിൽ അല്ലെങ്കിൽ അവർക്ക് അത്രത്തോളം സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു സമൂഹമാണ് നിലനിൽക്കുന്നത് എങ്കിൽ അത് മോക്ഷ എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഒരു എന്താ പറയുക ഈ ഒരു 3 കൺസെപ്റ്റിലോട് കൂടിയിട്ടും ഇൻ്റർ കണക്റ്റഡ്നെസ് വരുത്തുന്നത്. ഇപ്പോൾ ഈ ഒരു 3 കൺസെപ്റ്റും കണക്റ്റഡാണ്. ഈ കണക്ഷൻ എങ്ങനെയാണ് നമ്മൾ സൊസൈറ്റിയിലേക്ക് ഷേപ്പ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൽ ധർമ്മം എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മെ കടമയും നീതിയും എന്ത് ചെയ്യുന്നു, പഠിപ്പിക്കുന്നുണ്ട്. കടമ എന്താണ്, നീതി എന്താണ് സമൂഹത്തിനോട് ചെയ്യേണ്ടത് എന്നുള്ളത്. കർമ്മ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു പ്രവർത്തനം, ഇപ്പോൾ ഒരു കടമയാണ്, ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഒരു കടമയാണ് എന്തെന്ന് പറയുന്നത്, അവൻ്റെ രാജ്യത്തെ സ്നേഹിക്കുക, ആദരിക്കുക എന്ന് പറയുന്നത്. അറ്റ് എ ടൈം അത് കർമ്മയായി വരുമ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നമ്മളെ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കുക, അല്ലേ, നമ്മുടെ ദേശീയ പതാകയെ ബഹുമാനിക്കുക, ദേശീയ ഗാനത്തെ ബഹുമാനിക്കുക, അത്തരം കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും, കർമ്മ എന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്തി. ഇത് മോക്ഷ എന്നുള്ള കൺസെപ്റ്റിൻ്റെ അതിൽ വരുമ്പോൾ ജീവിതത്തിൻ്റെ പരമ ലക്ഷ്യത്തെ സൂചിപ്പിക്കുക. അതായത് നമ്മൾ അത്രയും ഫ്രീഡം, നമ്മൾ സപ്രസ്ഡ് ആയിട്ടല്ല ജീവിക്കുന്നത് നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽസും. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ രാജ്യത്തെ സ്നേഹിക്കുക, അവിടുത്തെ ജനങ്ങളെ സ്നേഹിക്കുക, രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്ന ഒരു നല്ല നേതാവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ധർമ്മം പാലിക്കും. അതേപോലെ തന്നെ തൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലത്തെക്കുറിച്ച് എപ്പോഴും എന്ത് ചെയ്യും, ബോധവാനായിരിക്കും. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ക്ഷേമം വേണമെന്ന് ഉറപ്പ് വരുത്തുമെന്നുള്ളതാണ് ഒരു നല്ല ഭരണാധികാരി ചെയ്യേണ്ടത്. അതാണ് ഒരു എന്താ പറയുക, ഒരു ലീഡർ ആയിരിക്കുമ്പോൾ നമുക്ക് വേണ്ട 3 കടമകൾ എന്ന് പറയുന്നത് എന്താ, ധർമ്മ കർമ്മ മോക്ഷ എന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ സൊസൈറ്റിയിലേക്ക് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഭരണാധികാരി ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള കൺസെപ്റ്റാണ് ഈ ഒരു ഭാഗത്ത് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.